ഇടവേളയ്ക്ക് ശേഷമാണ് ഇതുപോലെ ഒരു മീറ്റ് ദ പ്രസ് പരിപാടി പൊതുവായി നടക്കുന്നത്. പറയാൻ രാഷ്ട്രീയ കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ നിങ്ങളും തിരക്കിലാണ്, ഞാൻ അതിലേറെ തിരക്കിലാണ് ചെന്നതുകൊണ്ട് പലപ്പോഴും ഇതിനൊരു സമയം കണ്ടെത്താൻ സാധിക്കുന്നു. കണ്ണൂരിലെ മാധ്യമ പ്രവർത്തകരോട് എന്നെ അറിയാവുന്ന എനിക്കറിയാവുന്ന പരസ്പര ബന്ധവും സ്നേഹവും എല്ലാം എന്നും നിങ്ങൾ തന്നിട്ടുണ്ട്. അതിനുള്ള നന്ദി എക്കാലവും എന്റെ മനസ്സിനകത്ത് നിങ്ങളോടുണ്ട്. എന്റെ പൊതുപ്രവർത്തനത്തിന് കണ്ണൂർ പ്രസ് ക്ലബിന്റെ പൂർണ്ണമായ സഹകരണം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൽ നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ്. ഓരോ വളർച്ചയിലും കണ്ണൂർ പ്രസ് ക്ലബിന്റെ കോൺട്രിബ്യൂഷൻ എന്റെ പൊളിറ്റിക്കൽ കരിയറിൽ എനിക്കൊരു അസറ്റായി വന്നിട്ടുണ്ട്. കക്ഷി ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ, രാഷ്ട്രീയ പാർട്ടികളുടെ മാധ്യമങ്ങൾ ഭേദമന്യേ എന്നോട് കാണിച്ച സൗഹൃദത്തിനും സ്നേഹത്തിനും എന്നും നന്ദിയും കടപ്പാടുമുള്ളവനാണ് ഞാനെന്നും ഒരിക്കൽ കൂടി അറിയും. തിരഞ്ഞെടുപ്പിലേക്ക് പോവാണ് നമ്മുടെ നാട്. 6-ാം തീയതി പോളിംഗ്. ഒരുപക്ഷെ അടുത്തെല്ലാം നടന്ന തെരഞ്ഞെടുപ്പിന്റെ അകത്ത് ഏറ്റവും ഒരു ഷോർട്ടസ്റ്റായി പ്രചരണത്തിന് സമയം കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇത്രയും ചെറിയ ഒരു സാവകാശത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ പൂർത്തിയാകുന്നത് ആദ്യമാണ്. ഞങ്ങളൊക്കെ ഇത് മെയ് അവസാനം പ്രതീക്ഷിച്ചത്. പാർലമെന്റ് 2 ആഴ്ച കൂടിയ പാർലമെന്റ് 1 മാസത്തേക്ക് നീട്ടിയപ്പോൾ പൂർണ്ണമായും വിശ്വസിച്ചു മെയ് ലാസ്റ്റിലെ ഇലക്ഷൻ ഉണ്ടാകുമെന്ന്. പക്ഷെ ഇടിത്തി പോലെയാണ് നമുക്ക് മെയ് 6-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നത്. സോറി, ഏപ്രിൽ 6-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നത്. അതുകൊണ്ട് കുറഞ്ഞ കാലയളവിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സാവകാശം എല്ലാവർക്കും കിട്ടിയോ. അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഒരു പാർട്ടിക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പൂർത്തിയാക്കാനുള്ള സാവകാശം നമുക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ എല്ലാ പോരായ്മകളും എല്ലാ മുന്നണിയുടെയും തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് താൻ. സാമ്പത്തികമായി വളരെ ശേഷിയുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവർ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു മതിയായ സാവകാശം നൽകിക്കൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് മാത്രമല്ല, ഇത്തവണത്തെ എന്റെ ഓർമ്മയിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒന്ന് അവലോകനം ചെയ്താൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് വോട്ടർ പട്ടികയിൽ വന്നതുപോലുള്ള ക്രമക്കേടുകൾ ഇതുവരെ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടില്ല. സത്യത്തിൽ ഇത് വളരെ ഗൌരവമായി അന്വേഷിക്കേണ്ടുന്നതാണ്. എങ്ങനെ വന്നു ഇത്? ഇത്രയേറെ ഡബിൾ വോട്ട് എങ്ങനെ വന്നു എന്നത് അന്വേഷിക്കാനും കുറ്റവാളികൾക്ക് അവരെ നടപടിക്ക് മുൻപിൽ കൊണ്ടുവരാനും സാധിക്കുന്നില്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ അതൊരു വലിയ ഭീഷണിയായി മാറുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ജനങ്ങൾക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. രണ്ടാമത്തത്, ഇലക്ഷൻ കമ്മീഷന്റെ ഏതാനും നടപടികളും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരുപാട് ക്രമക്കേടുകൾ ഉണ്ടാക്കാൻ ഉപകരിക്കുന്ന രീതിയിലായിപ്പോയി. ഒറ്റ എക്സാമ്പിൾ, 80 വയസ്സ് പ്രായമുള്ള ആളുകളുടെ വോട്ട്, ആ വോട്ട് സംഭരിക്കുന്ന സിസ്റ്റം ഞാനും നിങ്ങൾ കണ്ടു. ആ ബാലറ്റ് പേപ്പർ കൊണ്ടുപോകുന്ന സിസ്റ്റം ഞാനും നിങ്ങൾ കണ്ടു. നിങ്ങൾ പറയാം, ഓരോ മാധ്യമ പ്രവർത്തകരോട് ഞാൻ ചോദിക്കുന്നു, എന്ത് സുരക്ഷിതത്വമാണ് ആ വോട്ടിങ്ങിൽ? എന്ത് രഹസ്യമാണ് ആ വോട്ടിങ്ങിൽ? ആ വോട്ടിങ്ങിലെ സത്യസന്ധത എന്താണ് എന്ന് നാം ഓരോരാളും ആലോചിക്കണം. മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ടുന്ന ഒരു വലിയ വിഷയമായി ഞാനിതിനെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കുക. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ മുൻകൂട്ടി വോട്ടറെ അറിയിക്കണം, സ്ഥാനാർത്ഥികളുടെ ഏജന്റന്മാരെ അറിയിക്കണം എന്നൊക്കെ നിയമം നാട്ടിലുണ്ടെങ്കിൽ പോലും ഒരിടത്തും അത് പാലിച്ചിട്ടില്ല. അന്വേഷിച്ചറിഞ്ഞു പോയവർ കണ്ടു എന്നതിനപ്പുറത്ത് ഒരു സുതാര്യത കൈവരിക്കുന്ന ഉത്തരവാദിത്വ ബോധം ഉദ്യോഗസ്ഥന്മാർ കാണിച്ചിട്ടില്ല. നമ്പർ 2, ഈ വോട്ട് ചെയ്യുന്നത് ബൂത്ത് സ്ഥാനാർത്ഥികളുടെ ഏജന്റന്മാർക്ക് കാണത്തക്ക ഡിസ്റ്റൻസിൽ ഇരുന്ന് ചെയ്യാൻ കാണണമെന്നാണ്. പക്ഷേ അങ്ങനെ ഒരു സ്ഥലത്ത് പോലും വോട്ടിംഗ് നടന്നതായി ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഇതുവരെയില്ല. അതെല്ലാം കഴിഞ്ഞ ബാലറ്റ് കൊണ്ടുപോകുന്ന രീതി, പണ്ട് നമ്മള് ഈ നാടൻ അങ്ങാടിയിൽ പോകുമ്പോ ഈ പ്ലാസ്റ്റിക് സഞ്ചി എടുത്ത് വീശിട്ട് പോകാറുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് സഞ്ചിയിലാണ് ഈ കവർ ഇട്ട് പോകുന്നത്.
ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആധികാരികമായ വിവരം വഴിയോരത്ത് വെച്ച് ഈ ബാലറ്റ് തുറന്ന് പരിശോധിച്ച് LDF-ന് അനുകൂലമല്ലാത്ത ബാലറ്റുകൾ തിരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് വിവരം. ഞങ്ങളതെല്ലാം പരാതി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കേണ്ട സന്ദർഭത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് വിളിച്ച് 2 വട്ടം ഞാൻ ഈ പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു തിരുത്തലും ഈ നടപടിയിൽ ഈ സമയം വരെ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ കാണുമ്പോൾ സുതാര്യത നഷ്ടപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയും സുതാര്യത, ഇത്രയും സത്യസന്ധത നഷ്ടപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിന്റെ മുൻപിലാണ് ഞാൻ നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് സത്യസന്ധതയോ നീതിയോ പുലരാനുള്ള സാഹചര്യം അതിദൂരമാണ്. പക്ഷെ അതിനെ കോടതികൾ പലരും പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതാവ് ശ്രീ PP കരുണാകരൻ മാസ്റ്റർ കൊടുത്ത ഒരു പരാതിക്ക് ഹൈക്കോടതി ഒരു നല്ല ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടിയോ? ചന്ദ്രികയിൽ ഞാൻ ആ വാർത്ത വായിച്ചിട്ടുണ്ട്. ബാക്കിയൊന്നും പത്രത്തിൽ അയച്ചില്ല. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കണ്ണൂരിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മുഴുവൻ ബൂത്തുകളുടെയും വെബ്കാസ്റ്റിംഗ് ഹാർഡ് ഡിസ്ക് ദൃശ്യങ്ങളും 7A രജിസ്റ്ററിന്റെ പകർപ്പും പരാതി കൊടുക്കുന്ന ആളുകൾക്ക് ലഭ്യമാകണം എന്ന് കോടതിയുടെ ഡയറക്ഷൻ വന്നിട്ടുണ്ട്. 6-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മെയ് 2-നാണ് കൗണ്ടിംഗ്. പരാതി കൊടുക്കാനും കോടതിക്ക് പരാതി പരിഗണിക്കാനും വേണ്ടി വന്നാൽ റിപ്പോർട്ടിംഗ് നടത്താനുമുള്ള സൗകര്യവും സാവകാശവും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ 7-ാം തീയതി പരാതി കൊടുത്താൽ 10-ാം തീയതിക്ക് ഉള്ളിൽ ഹാർഡ് ഡിസ്ക് ബന്ധപ്പെട്ടവർക്ക് കൊടുക്കണമെന്നാണ് കോടതിയുടെ ഡയറക്ഷൻ. അതുപോലെ ഇലക്ഷൻ കമ്മീഷന്റെ അണ്ടർടേക്കിംഗും അതാണ്. ഞങ്ങൾ ഹാർഡ് ഡിസ്കും അതുപോലെ തന്നെ 7A രജിസ്റ്ററും ഞങ്ങൾ പരാതിക്കാരന് കൊടുക്കുമെന്ന് കോടതിയിൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധികൾ അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് കള്ളവോട്ടും ലിങ്ക് കണക്ട് ചെയ്താൽ കള്ളവോട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്ന ഇന്നത്തെ പ്രത്യേക ചുറ്റുപാടിൽ കള്ളവോട്ടിനെതിരെ നിയമ നടപടിക്ക് നല്ല സാഹചര്യം ഹൈക്കോടതി വഴിയൊരുക്കി തന്നിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ ഒരു വലിയ അളവോളം കള്ളവോട്ട് നിയന്ത്രിക്കാനും കള്ളവോട്ട് ഇല്ലാതാക്കാനും സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് അതാണ് നമുക്ക് ഈ പറയുന്ന പ്രതിസന്ധിയിലും ഒരു നേരിയ പ്രതീക്ഷയുടെ ഒരു ചെറിയ തുരുമ്പ് അല്ലെങ്കിൽ തുരുത്ത് അത് മാത്രമാണ് എന്നെനിക്ക് തോന്നുകയാണ്. അതാണ് എനിക്ക് ഈ ഇലക്ഷനെ കുറിച്ച് പറയാറുള്ളത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇപ്പോ പത്രസമ്മേളനങ്ങളെ കണ്ടുപോയതിനു ശേഷമാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. ചാനലിൽ ഞാൻ വരുമ്പോൾ കുറെ വാർത്തകൾ പോകുന്നത് കണ്ടു. അദ്ദേഹം ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് വിഭ്രാന്തിയാണെന്നും അദ്ദേഹം കള്ളം പറയുകയാണ് എന്നും ശ്രീ പിണറായി വിജയന്റെ ആരോപണം ഞാൻ ചാനലിൽ കണ്ടു. ഞാൻ ആദ്യമായി നിങ്ങളോട് ചോദിക്കുന്നു, ആരാണ് കള്ളം പറയുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളും ജനങ്ങളും വിശകലനം ചെയ്യണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ആരാണ് കള്ളം പറയുന്നത്? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കള്ളം കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല, പ്രതീക്ഷിക്കുന്നുമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പദവി ഒരു ഔന്നത്യത്തിന്റെ പദവിയാണ്, സത്യസന്ധതയുടെ പദവിയാണ്, ജനങ്ങളുടെ മനസ്സിൽ ഒരു രക്ഷകന്റെ പദവിയാണ്. ആ പദവിയോട് നീതി പുലർത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് കള്ളം പറയുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് എന്ത് ധാർമ്മികമായ കരുത്താണ് ആ ആക്ഷേപം ഉന്നയിക്കാൻ അദ്ദേഹത്തിന് ഉള്ളത് എന്ന് നിങ്ങൾ പരിശോധിക്കണം. 5 വർഷം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഭരണത്തിനിടക്ക് അദ്ദേഹം ഈ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞതുപോലുള്ള പച്ച നുണ, തീവട്ടിക്കൊള്ള, കള്ളത്തരം ഈ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ പോലും ഉത്തരേന്ത്യയിൽ ഭരണ സംവിധാനങ്ങൾ കുഴഞ്ഞു മഴഞ്ഞു കിടക്കുന്ന നീതി നിർവഹണം സത്യസന്ധമായി നടപ്പിലാക്കാൻ സാധിക്കാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും ഒരു മുഖ്യമന്ത്രി ഇതുപോലെ അധപ്പതിച്ച, ഇതുപോലെ സ്വന്തം ജനതയുടെ മുമ്പിൽ നുണയും നൊട്ടയും പറഞ്ഞ് കളവും പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഒരിക്കലും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. എണ്ണി പറയാം എത്ര തെളിവുകൾ വേണം. 4 വർഷം കൂടെ കൊണ്ടു നടന്ന IT-യുടെ കോർഡിനേറ്റർ സ്വപ്ന സുരേഷ് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി
മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്നൊക്കെ വാർത്ത വന്നപ്പോ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഔന്നത്യത്തിന്റെ ഉന്നത തലത്തിൽ വികസേണ്ടുന്ന ജീവിക്കേണ്ടുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ ഉത്തരം എന്താ? എനിക്കറിയില്ല ആരാ സ്വപ്ന സുരേഷ്, എനിക്കറിയില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആണോ കളവ് പറയുന്നത്? അതല്ല പ്രതിപക്ഷ നേതാവാണോ? അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ സാധിച്ചു? 4 വർഷം അദ്ദേഹത്തോടൊപ്പം ഒരുപാട് ചടങ്ങുകളിൽ പങ്കെടുത്ത, അദ്ദേഹത്തിന്റെ ഓഫീസിൽ രാവും പകലും കയറി ഇറങ്ങിയ, അദ്ദേഹം ഗൾഫിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കൂടെ യാത്ര ചെയ്ത, അദ്ദേഹം താമസിക്കുന്നിടത്ത് താമസിച്ച, അദ്ദേഹത്തിന്റെ ഭവനങ്ങളിൽ നിത്യസന്ദർശനം നടത്തിയ സ്വപ്ന സുരേഷിനെ അറിയില്ലെന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണോ കള്ളം പറയുന്നത്? അതല്ല പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണോ? മുഖ്യമന്ത്രി പറയണം ഉത്തരം. പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഒന്നിന് പിറകെ മറ്റൊന്നായി, സ്പ്രിംഗ്ലർ മുതൽ ഭൂപരി മുതൽ കെ ഫോൺ മുതൽ എത്ര അഴിമതി ആരോപണങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. ആ ഓരോ ആരോപണങ്ങൾ കൊണ്ടുവരുമ്പോഴും കള്ളം 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 എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇതെല്ലാം തിരുത്തേണ്ടി വന്നില്ലേ? ഏറ്റവും അവസാനത്തെ ആഴക്കടൽ കരാർ കൊണ്ടുവന്നപ്പോ ഇയാൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു വകുപ്പ് മന്ത്രി. മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹം കള്ളം പറയുന്നു എന്ന് പറഞ്ഞു. പക്ഷേ കരാറില്ല എന്ന് പറഞ്ഞു. ആ കമ്പനിയുമായി സംസാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അവസാനം അതെല്ലാം തിരുത്തി കരാറില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കരാർ റദ്ദ് ചെയ്യില്ലേ കേരളത്തിൽ? ആരാണ് കളവ് പറയുന്നത്? പ്രതിപക്ഷ നേതാവാണോ? അല്ല പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണോ? കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തണം. ഈ തറ നിലവാരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയെ ഭാരം 5 വർഷം ചുമക്കേണ്ടി വന്ന കൊച്ചു കേരളത്തിന് ഇതിനപ്പുറത്തൊരു മത്സരം കിട്ടാൻ, ഇതിനപ്പുറത്ത് ഒരു ഭാരം കിട്ടാൻ മറ്റെന്തുണ്ട് എന്ന് കേരളത്തിലെ വോട്ടർമാരും ജനങ്ങളും ആലോചിക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ആരാ കളവ് പറയുന്നത്? ആരാണ് സത്യസന്ധത പുലർത്തുന്നത്? പരിശോധിക്കണ്ടേ? കള്ളവോട്ടിനെതിരായി സംരക്ഷണം വേണം എന്ന് പറഞ്ഞ് കോടതി കയറുന്നവർ മുഴുവൻ UDF-കാരാണ്. ഏതെങ്കിലും ഇടതുപക്ഷക്കാരൻ കള്ളവോട്ടിൽ നിന്ന് സംരക്ഷണം വേണമെന്ന് പറഞ്ഞൊരു സിംഗിൾ പെറ്റീഷൻ കേരളത്തിന്റെ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടോ? പോലീസ് സംരക്ഷണം വേണം, അന്വേഷണം വേണം, വെബ് ക്യാമറ വേണം എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ പോകുന്ന മുഴുവൻ പെറ്റീഷൻസും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോ നേതാക്കന്മാരോ ആണ്. ഒരു പരാതി ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നില്ല. ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, മിനിമം നിങ്ങളോട് ചോദിക്കുന്നു, കണ്ണൂരിലെയും നിങ്ങൾ മത്സരിക്കുന്ന പിണറായിയിലെയും കള്ളവോട്ടിനെ തള്ളിപ്പറയാൻ നട്ടെല്ലുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുക. നട്ടെല്ലുണ്ടെങ്കിൽ നാളെ പറയണം, എനിക്ക് വേണ്ടി ഒരു കള്ളവോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പരസ്യമായി പറയാനും കള്ളവോട്ടിനെ അപലപിക്കാനും സാധിക്കുന്ന നട്ടെല്ല് ജനാധിപത്യത്തോട് 1% കൂറുണ്ടെങ്കിൽ ശ്രീ പിണറായി വിജയൻ അത് കേരളത്തിൽ കാണിക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ള രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, സ്വന്തം പാർട്ടിക്കാരിൽ നിന്ന് അനുദിനം അകന്നു പോകുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി. സംഘടന ഞങ്ങൾക്ക് CPM-ന്റെ എത്ര നേതാക്കന്മാർ അദ്ദേഹത്തോടും ഇപ്പം ഉള്ളിൽ തട്ടിയുണ്ട് എന്ന് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകന്മാരൊന്ന് പരിചിന്തനം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുക. ഇന്നലെ വരെ താങ്ങായി തണലായി കൈത്താങ്ങായി നിലനിർത്തി പിന്തുണ പ്രഖ്യാപിച്ച് ഉള്ളിൽ തട്ടി കൂറ് പ്രഖ്യാപിച്ച് കൂടെ നിന്ന നേതാക്കന്മാർ ഓരോരാളുകളും ശ്രീ പിണറായി വിജയനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷത്തിലും പരോക്ഷമായും പ്രതികരിക്കാൻ തുടങ്ങുന്നു. പല നേതാക്കന്മാരും പ്രസ്താവനയിൽ പരിഹാസ്യബോധകമായ വാക്കുകൾ പ്രയോഗിക്കുന്നു. അകന്നു നിൽക്കുന്നു പലരും. എവിടെയാണ് കോടിയേരി ബാലകൃഷ്ണൻ? കണ്ണൂർ ജില്ലയിലെ CPM-ന്റെ ചെറുപ്പക്കാർക്ക് ഹരമായ P. ജയരാജൻ ഇന്ന് എവിടെയാണ്? അദ്ദേഹത്തിന്റെ മനസ്സൂക്ഷിപ്പുകാരനെ പോലെ പ്രവർത്തിച്ച EP ജയരാജൻ ഇന്ന് എവിടെയാണ്? തോമസ് ഐസക് എവിടെ? G. സുധാകരൻ എവിടെ?
ഇവരൊക്കെ മുഖ്യമന്ത്രിയെ സഹായിക്കാൻ ഒരു വാക്കുകൊണ്ടെങ്കിലും താങ്ങാനും സഹായിക്കാനും ഇന്ന് കേരളത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. മുഖം നന്നാകാത്തതിന് മറ്റുള്ളവരുടെ കണ്ണാടി പൊളിക്കണ്ട. അവസാനം ഞാനും എന്റെ മരുമകനും എന്നത് മാത്രമായി ചുരുങ്ങുമ്പോഴ പിണറായിക്ക് സ്ഥലകാല ബോധം വരിക എന്ന് ഞാൻ അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ജയരാജനെ ഇല്ലാതാക്കാനാണ് പുതിയൊരു മാനദണ്ഡം പാർട്ടിക്കകത്ത് കൊണ്ടുവന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റവർക്ക് മത്സരിക്കാൻ അവകാശമില്ല. പക്ഷേ പാർലമെന്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും തോറ്റ എത്ര പേർ ഇത്തവണ മത്സരിക്കുന്നുണ്ട്? എന്റെ സുഹൃത്ത് ശ്രീ MP രാജേഷ് മത്സരിക്കുന്നില്ലേ? അദ്ദേഹം പാർലമെന്റ് ഇലക്ഷനിൽ തോറ്റയാളല്ലേ? തോറ്റയാൾക്ക് മത്സരിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ P ജയരാജന് മത്സരിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ എങ്ങനെ MP രാജേഷ് മത്സരിച്ചു? അപ്പോ MP രാജേഷിനെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് മനസ്സുണ്ട്. P ജയരാജനെ തകർക്കാനും അദ്ദേഹത്തെ ഇല്ലാതാക്കാനും എടുത്ത തീരുമാനത്തിന്റെ പ്രതിഫലനമാണ് അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം നിഷേധിച്ചത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭൂരിപക്ഷം പ്രവർത്തകന്മാരുടെ മനസ്സിലുമുള്ളത് എന്ന് വൈകിയെങ്കിലും ശ്രീ പിണറായി വിജയൻ തിരിച്ചറിയണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. കണ്ണൂരിൽ ഒരു 2 ദിവസം മുമ്പ് വിരിഞ്ഞാണ് ഒരു ചാർട്ടർ ഫ്ലൈറ്റ് വന്നു. അദാനി വന്ന ഫ്ലൈറ്റാണ്. രാവിലെ 7 മണിക്ക് അദാനി എത്തി എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. 7 മണിക്ക് ശേഷം അദ്ദേഹത്തെ അർദ്ധരാത്രി വരെ ആരും കണ്ടിട്ടില്ല. അദ്ദേഹം രാത്രി തിരിച്ചുപോയി എന്ന് പറയുന്നു. എന്തിനാണ് അദ്ദേഹം വന്നത്? ആരെയാണ് അദ്ദേഹം കണ്ടത്? ഈ കാലത്ത് മുതൽ വൈകുന്നേരം പാതിരാത്രി വരെ അദ്ദേഹം എവിടെയായിരുന്നു? ആരെയൊക്കെ കണ്ടു? അതൊരു അന്വേഷണം വേണം. ഗൗരവമുള്ള വിഷയമാണ്. ചാർട്ടർ ഫ്ലൈറ്റിലാണ് വന്നത്. അഭ്യൂഹങ്ങൾ പകരുന്നത് പണം കൊണ്ട് കറൻസിയുമായി വന്നു എന്നാണ്. കറൻസിയുമായി വന്നെങ്കിൽ അതൊരു ദേശത്തിലൊക്കെ കുറ്റാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് കേന്ദ്ര സർക്കാർ അന്വേഷിക്കണം. അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണം. എവിടെയാണ് അദ്ദേഹം തങ്ങിയത്? ആരുമായിട്ടാണ് ചർച്ച നടത്തിയത്? നമുക്ക് കിട്ടിയിടത്തോളമുള്ള വിവരം അദാനിയുമായി ഉണ്ടാക്കിയ പുതിയ കരാറുണ്ടല്ലോ. ആ പുതിയ കരാറിൽ അദ്ദേഹത്തിന്റെ പാരിതോഷികം സമർപ്പിക്കാൻ അദ്ദേഹം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കണ്ണൂരിൽ വന്ന് മുഖ്യമന്ത്രിയെ കണ്ടുപോയി എന്നാണ് വാർത്ത. ഞാൻ സ്ഥിരീകരിക്കുന്നില്ല. കിട്ടിയ വാർത്ത, കിട്ടിയ വിവരം വെച്ച് ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുക അല്ല എന്ന് തെളിയിക്കാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ ഒരു ആരോപണം വന്നാൽ മുഖ്യമന്ത്രിയെ കാണാനല്ല, മുഖ്യമന്ത്രിക്ക് പാരിതോഷികം കൊടുക്കാനല്ല, അദ്ദേഹത്തിന് കിട്ടിയ കരാറിൽ മുഖ്യമന്ത്രിയോട് നന്ദി പറയാനും പാരിതോഷികം കൊടുക്കാനുമാണ് വന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകാം. ഈ ഉണ്ടായതും അതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കല്ല. ആത്മാർത്ഥത ഉണ്ട് എങ്കിൽ അത് ശ്രീ മുഖ്യമന്ത്രി തെളിയിക്കണം. അന്വേഷണം വേണം, അന്വേഷിക്കണം. എവിടെയാണ് അദ്ദേഹം താമസിച്ചത്? ആരോടൊക്കെയാണ് സംസാരിച്ചത്? എന്താണ് ഫ്ലൈറ്റിൽ വന്നത്? കറൻസിയാണോ അതല്ല ഡോളറാണോ? എന്താ കൊണ്ടുവന്നത് എന്നൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം ഓരോ പൗരന്റെയും മൗലിക അവകാശമാണ്. ഈ രാജ്യത്തെ കരാറിൽ അദ്ദേഹം ആ കരാറിൽ അമിതമായ ലാഭമുണ്ടാക്കാൻ, അമിതമായ ലാഭം പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, 1000 കോടി രൂപ ലാഭിക്കാൻ ഉള്ളൊരു കരാറാണ് കരാറ്. 1 രൂപക്ക് കറണ്ട് കിട്ടുമ്പോ 2.80 അദാനിയുമായിട്ടുള്ള കരാർ ഓർമ്മപ്പെടണം നിങ്ങൾക്ക്. 1 രൂപയുടെ കറണ്ടുണ്ട്. ആ 1 രൂപയുടെ കറണ്ട് കിട്ടുമ്പോ 2.80 കറണ്ടിന് കരാറുണ്ടാക്കുമ്പോ അതിനകത്ത് വരുന്ന അമിതമായ ലാഭം, ആ ലാഭത്തിന്റെ വിഹിതം മുഖ്യമന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ഞങ്ങളും പറയുന്നു. അത് കൊടുക്കാമെന്നതാണോ എന്നതാണ് ഞങ്ങൾക്ക് അറിയേണ്ടുന്നത്. അതുകൊണ്ട് അന്വേഷിക്കണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിക്കണം. അത് സിമ്പിളായി ബോംബിലാണ് എങ്കിൽ അത് ചീറ്റിപ്പോയി എന്ന് പറഞ്ഞൊന്നും തനി തരാമത്താക്കാൻ നോക്കരുത് എന്ന് മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ധൈര്യത്തോടെ അപേക്ഷിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ വേണ്ടി തയ്യാറാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവസരം വിട്ടുതരും. ഈ അദാനി പണവുമായി വന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു തെളിവ് വേണ്ടേ? എവിടുന്നാണ്? വാർത്ത പറഞ്ഞതല്ലേ? മൊത്തത്തിലൊക്കെ വന്നല്ലോ.
ചാട്ടയുടെ ഫ്ലൈറ്റ് വന്നു നിങ്ങൾക്ക് ബന്ധമുണ്ടോ? അദ്ദേഹം ഒരു ജോൾസിനെ പയ്യന്നൂരിലെ ഒരു അത് ജോൾസിനെ കുടുംബക്കാർ വന്നത്. അദ്ദേഹം അവിടെ പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ സഹോദരനും കുടുംബമാണ് അവിടെ പോയത്. അവർക്ക് നിങ്ങൾ അന്വേഷിക്കും. അതൊക്കെ ഞങ്ങൾക്ക് വസ്തുതയുണ്ട്. പക്ഷെ അദ്ദേഹം എവിടെയൊന്നും നോക്കാം. അദ്ദേഹം പയ്യന്നൂർ പോയിട്ടില്ല. അനുജനും കുടുംബവും പോയിട്ടില്ല. അദ്ദേഹം എവിടെയായി ആർക്കും ഒരു വിധമില്ല. പോലീസുകാർക്ക് പോലും വിവരമില്ല. CSI അതാണ് അദ്ദേഹത്തെ അനുഗമിച്ചതും പോയതും ഒക്കെ. ലോക്കൽ പോലീസുകാർ ആരും പോയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ യാത്ര തീർത്തും രഹസ്യമാണ്. പിണറായി പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിങ്ങൾ കാവൽ നിന്നോളൂ, പുറത്ത് കാവൽ നിന്നോളൂ. അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ കാണുന്ന നിർബന്ധമുണ്ട്. രാജ്യത്ത് വീടുകൾ വരെ എത്ര കിടക്കുന്നു, എന്തെല്ലാം സങ്കേതങ്ങൾ രാജ്യത്തുണ്ട്. പിണറായിയുടെ വീട്ടിൽ തന്നെ പോയാൽ അദ്ദേഹത്തെ കാണാൻ പറ്റും. അങ്ങനെ കേട്ടിട്ടുണ്ടോ? എവിടെ വെച്ചായി രഹസ്യമായി നിങ്ങളൊക്കെ കാണാൻ പോകുന്ന വീടുകളില്ല അല്ലല്ലോ. എവിടെ വെച്ചായിരിക്കും ആ കൂടി? അതെനിക്കറിയില്ല. അതാ പറഞ്ഞത് അന്വേഷിക്കണമെന്ന്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ വിഷയത്തിൽ ഒരു സമഗ്ര നിശ്ചയമാണ് അന്വേഷിക്കും. അതിന്റെ 4 പേരും ഞങ്ങൾ കണ്ടു. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും അതിന്റെ കൗണ്ടുകളെല്ലാം നിർത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ. അത് അവരല്ലേ ചെയ്യേണ്ടത്? അതിന്റെ ഉത്തരവാദിത്വം എന്റെ പേര് സുരേഷ. ഇവിടെ 6 മാസം മുമ്പേ നിങ്ങളുടെ പാർട്ടി പണി തുടങ്ങി. ഈ ഉദ്യോഗസ്ഥന്മാർ ഇതിലൊക്കെ തന്നെ എക്സ്പെർട്ടൈസ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാർക്കാണ് ഈ പോസ്റ്റിന്റെ ഡ്യൂട്ടി. ജില്ലയിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോ കണ്ണൂർ ജില്ലയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത ഈ രംഗത്ത് മികവ് തെളിയിച്ച നിങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ, സർക്കാർ ജീവനക്കാരൻ, ഇപ്പോ കണ്ണൂരിലെ ഡെപ്യൂട്ടി കളക്ടർ തെരഞ്ഞെടുപ്പിന്റെ ഓഫീസറുണ്ട്. അദ്ദേഹം കോഴിക്കോട് ട്രാൻസ്ഫർ പോയതാണ്. പേര് പറയുന്നില്ല. ഞാൻ പേര് എനിക്കറിയാം. എനിക്ക് നല്ല ബന്ധമുള്ള ആളാണ്. കായിക രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം നല്ല വലിയ എക്സ്പെർട്ടാണ് ഈ കള്ളവോട്ട് ചെയ്യിപ്പിക്കാനും. അദ്ദേഹത്തെ കോഴിക്കോട് നിന്ന് എന്ത് ഡ്യൂട്ടിയാ മട്ടന്നൂരിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം എന്താ പറയാ, എന്ത് ഡ്യൂട്ടി എന്നാ പറയാ? ഡെപ്യൂട്ടേഷൻ അല്ല, എന്താ ഓൺ ഡ്യൂട്ടിയോ ഞാൻ എന്തോ പറഞ്ഞിട്ട് അദ്ദേഹത്തെ മട്ടന്നൂരിൽ കൊണ്ടുവന്നു. മട്ടന്നൂരിൽ നിന്ന് അദ്ദേഹം അടുത്ത 3ാമത്തെ ദിവസം കണ്ണൂർ ഡെപ്യൂട്ടി കളക്ടർ ഇലക്ഷന്റെ സെല്ലിൽ അദ്ദേഹം ഇപ്പൊ അവിടെ ഉണ്ട്. നിങ്ങൾ പോയി അന്വേഷിച്ചാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞത് ഒരു എക്സാമ്പിളാണ്. എന്റെ ഇതുപോലത്തെ 100 എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾക്കാവശ്യമുള്ള കള്ളവോട്ടിന് കൂട്ടുനിൽക്കുന്ന സർക്കാർ ജീവനക്കാരായ ഈ ഇടതുപക്ഷ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടും തിരികെ കൊണ്ടുവന്ന് തിരികെ വെച്ചിട്ടുണ്ട് ഈ ജില്ലയിൽ മൊത്തം. എല്ലാ രംഗത്തും ഞാൻ ഈ പറഞ്ഞ 80 വയസ്സിന്റെ വോട്ട്, ആ വോട്ട് കളക്ട് ചെയ്യാൻ പോകുന്നവരും അത് കളക്ട് ചെയ്യുന്നതിൽ പങ്കെടുക്കുന്നവരും തിരിച്ചു വരുമ്പോ അത് കീറുന്നവരും അല്ലെങ്കിൽ തിരുത്തുന്നവരും ഒക്കെ ഇതിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് എന്ന് നിങ്ങൾ അറിയണം. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞത് നിങ്ങൾ ഉറങ്ങിപ്പോയെന്ന് ഇത്രയും കാലം ഞങ്ങളല്ല ഉറങ്ങിയത്, ഇലക്ഷൻ കമ്മീഷനാണ് ഉറങ്ങിയത്. ഇലക്ഷൻ കമ്മീഷൻ അവിടെ ഇരുന്നിട്ട് സ്വപ്നം കാണേണ്ട ആളല്ല ഇലക്ഷൻ കമ്മീഷൻ. അദ്ദേഹത്തിന്റെ കീഴിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക സുതാര്യമാണോ കറക്റ്റാണോ എന്ന് പരിശോധിക്കേണ്ടുന്ന കൺവിൻസ് ആകേണ്ടുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സുഖമില്ല എന്ന് പറയേണ്ടി വരും. ഈ കള്ളവോട്ടിന്റെ എണ്ണം ഈ പരിശോധനയിൽ കുറയാൻ കാരണം ഇത്ര ഉദ്യോഗസ്ഥർ സംശയം കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ സ്ട്രെങ്തത്തിൽ അദ്ദേഹം അത് കംപ്ലീറ്റ് രേഖ വെച്ചില്ലേ പത്രക്കാരുടെ മുമ്പിൽ? അദ്ദേഹം അത് എത്ര വെട്ടിക്കുറച്ചു? 38,000 വന്നില്ലേ? എങ്ങനെ വന്നു? 4 ലക്ഷത്തിൽ നിന്ന് 38,000 എങ്ങനെ വന്നു എന്ന് കമ്മീഷൻ പറയുന്നു. ഞാനല്ല പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ 4 ലക്ഷം പറഞ്ഞതല്ലോ സുരേഷ. 4 ലക്ഷത്തിന്റെ ലിസ്റ്റ് അദ്ദേഹം പബ്ലിഷ് ചെയ്തില്ലേ? എല്ലാ ജില്ലയിലുമുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്തില്ലേ? അതിനകത്ത് ഇരട്ട സഹോദരന്മാരായാലും മുക്കോട്ട സഹോദരന്മാരായാലും ഇതൊക്കെ എങ്ങനെ വന്നു? ആരുടെ കുറ്റം, ആരുടെ പോരായ്മ? UDFന്റെ പോരായ്മയാണോ? അല്ലല്ലോ. ഭരണകക്ഷി നിങ്ങളല്ലേ. ഇലക്ഷൻ കമ്മീഷന്റെ ഭരണകർത്താക്കൾ. ആ ഭരണകർത്താക്കൾ നിങ്ങളാണെന്നെങ്കിൽ ഉത്തരവാദി, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനാണ് ഉത്തരവാദി, അല്ലെങ്കിൽ നിങ്ങളെ ഇതിനകത്തുള്ള ചാരന്മാരാണ് ഇതിന് ഉത്തരവാദി. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് എങ്ങനെയെങ്കിലും ഇടപെടാൻ കഴിയും? ഗവൺമെന്റ് ഇടപെടുന്നത് നിങ്ങൾക്ക് അദ്ദേഹത്തിന് വേണ്ടി ആരാ വർക്ക് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷന് വേണ്ടി വേളത്തിലും ഡൽഹിയിൽ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇലക്ഷൻ പാർട്ടി ഡ്യൂട്ടിയൊക്കെ ചെയ്താരാ? സർക്കാർ ജീവനക്കാരല്ലേ. അതാ ഞാൻ പറഞ്ഞത്, ഈ വന്ന കക്ഷിയെ കുറിച്ചൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ്. എല്ലാ ഡ്യൂട്ടിയും ചെയ്യുന്നവരല്ലേ, കാര്യങ്ങൾ ചെയ്യുന്നവരല്ലേ. ഗവൺമെന്റ് കാലത്ത് ഇതെല്ലാം ഞങ്ങൾക്ക് ഈ പണിയില്ലല്ലോ.
ഈ കള്ളവോട്ട് ചെയ്യൽ പണി ഉണ്ടാക്കൽ പണി നമുക്കില്ലല്ലോ, ഇല്ല എന്നുള്ളൊരു ഉറപ്പല്ലേ നിങ്ങൾക്ക്? ഞാൻ കഥ ചോദിച്ച ഞങ്ങളല്ലാതെ ഈ കള്ളവോട്ടിനെതിരെ കോടതിയിൽ പോയൊരു കഥ നിങ്ങൾ ആളുകൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? പറയും. ഞാനിപ്പോ കള്ളവോട്ടില്ല എന്ന് പറയാൻ സുരേന്ദ്രൻ എന്നെ നോക്കിയിട്ട് പറയാൻ പറ്റുമോ? ഞാൻ അതിന്റെ രക്തസാക്ഷിയല്ലേ? ഞാൻ ആ കള്ളവോട്ടിനെതിരെ ഫൈറ്റ് ചെയ്ത് MLA ആയിരുന്നില്ലേ? എത്ര വർഷം മുമ്പാ? 80 ഓർക്കണം നിങ്ങൾ, 80 അല്ല 91. 80 മുതൽ നിങ്ങൾ ചെയ്യുന്ന 30,000 35,000 കള്ളവോട്ടാണ് ഞാൻ 91 കോടതിയിൽ കൊണ്ടുപോയി തെളിയിച്ചത്. അല്ലപ്പോ നിങ്ങൾ ഇത്രയും ഒരു 10-30 കൊല്ലം ഇങ്ങനെ കേന്ദ്രസേന വേണം, CCTV വേണം, ഇതെല്ലാം പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ. അല്ല, അതിനിപ്പോ ഉത്തരം പറഞ്ഞാല് ഉള്ളില്ല. ഉത്തരം പറഞ്ഞാല് ഈ സമയത്തിനുള്ളിൽ ഇനിയിപ്പോ എന്താണ് ഇപ്പൊ ചെയ്യാൻ പറ്റുക? ആകെ ഒരു ആശ്രയം അവസാനം ഇപ്പൊ ഞാൻ നേരത്തെ വായിച്ച ഹൈക്കോടതിയുടെ ഒരു റിട്ടിന്റെ പുറത്ത് വന്ന ഓർഡറാണ്. ഞങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് ഹാർഡ് ഡിസ്കിന്റെ കോപ്പി നമുക്ക് അത് ലിങ്ക് ചെയ്ത് കിട്ടും. ലിങ്ക് ചെയ്ത് കിട്ടിയാൽ നമുക്ക് ചെയ്യുന്ന ആളെ കാണാം, കള്ളവോട്ട് ചെയ്യുന്ന ആളെ കാണാം. നമുക്ക് കേസ് കൊടുക്കാം. ആ കേസിന്റെ പുറത്ത് ഹൈക്കോടതിക്ക് തന്നെ ഉത്തരവിറക്കാൻ സമയമുണ്ട്. റീപോളിംഗ് പോലും നടത്താമെന്ന് അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദപ്പെട്ടവർ. അതുകൊണ്ട് 6-ാം തീയതി കഴിഞ്ഞാൽ 2-ാം തീയതി ഇടയ്ക്ക് ഈ പറയുന്ന കള്ളവോട്ട് തെളിയിക്കാൻ പറ്റാവുന്ന കള്ളവോട്ടുകൾ തെളിയിക്കാൻ പരാതി കൊടുത്താൽ അത് തെളിയിക്കാൻ ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. മിക്കവാറും വേണ്ടി വരും. എല്ലാ സ്ഥലത്തും ഈ ക്യാമറ വെച്ചിട്ടില്ലല്ലോ. ലൈവ് 10 നമുക്ക് ഇതിന്റെ ലിങ്ക് കിട്ടിയാൽ നമുക്ക് അതിന് ശേഷം കൊടുക്കാം. ഈ എല്ലാ സ്ഥലത്തും അതേ സമയം തന്നെ എടുക്കണമെന്നില്ല, അതിന് ശേഷം കൊടുക്കാൻ പറ്റും. ക്യാമറ എല്ലാം അത് നമ്മൾ പരാതി കൊടുത്താൽ അവർ നമുക്ക് ഡിസ്ക് തരും. ഡിസ്ക് കോടതിയുടെ ഉത്തരവ് പ്രകാരം ഡിസ്ക് ഉദ്യോഗസ്ഥന്മാർ തരണം. സഭനെ മറ്റേ ഇതും കൊടുക്കണം, സർട്ടിഫിക്കറ്റ് തരണം. കള്ളവോട്ട് ചെയ്യുന്നതാണ് ആ സമയം, അത് റെക്കോർഡിംഗിലില്ല. റെക്കോർഡിംഗിൽ ഇല്ലാതിരിക്കുന്ന എങ്ങനെയാ? റെക്കോർഡിംഗിൽ ഇല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ പരാതി കൊടുക്കാം. അല്ല, എല്ലാ ബൂത്തിലും ഇതില്ലല്ലോ, വെബ്കാസ്റ്റിംഗ് ഇല്ലല്ലോ, എല്ലാ ബൂത്തിലും ക്യാമറ ഇല്ലല്ലോ. നമ്മൾ സംശയിക്കുന്ന എല്ലാ കള്ളവോട്ട് നടക്കാൻ സാധ്യതയുള്ള ഒട്ടുമിക്ക ബൂത്തുകളിലും നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി നിങ്ങൾ കോടതിയിൽ നിന്ന് തന്നെ വെബ്കാസ്റ്റ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ വെബ്കാസ്റ്റ് ഉള്ളയിടത്താണ് ഞാൻ ഈ പറയുന്ന കേസ്. മിക്കവാറും ഒട്ടുമിക്ക സ്ഥലത്തും കണ്ണൂർ ജില്ലയിൽ ഞങ്ങളുടെ ആളുകൾ പരാതി കൊടുത്ത് വെബ്കാസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ നമ്മൾ അനുമതി വാങ്ങിയിട്ടുണ്ട്. ഇത്തവണ ഈ കള്ളവോട്ടിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും അല്ലെ ഇരട്ടവോട്ടിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ബൂത്തുകളിൽ നിങ്ങൾ അതിനെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ബൂത്തുകളിൽ കൂട്ടടി നടക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലേ? കൂട്ടടിയോ? ബൂത്തുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യത്തിലുണ്ടല്ലോ. കണ്ണൂരിൽ എപ്പോഴും അടിയില്ലാത്ത അതൊരു പുതിയ കാര്യം. ഇതൊന്നും സംസ്ഥാനം മൊത്തത്തിൽ അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നില്ല ഇത്തവണ ഇരട്ടവോട്ട്? സംസ്ഥാനത്ത് നമ്മുടെ ജില്ലയിലുള്ളതുപോലെ മറ്റൊരു ഇല്ല, ഉണ്ട്, മറ്റൊരിക്കലും ഇല്ല എന്നല്ല. പക്ഷെ കണ്ണൂർ ജില്ലയിലുള്ളതുപോലെ ഇവിടെ സ്പെഷ്യലിസ്റ്റുകളല്ലേ സുരേഷന്റെ ഒപ്പീനിയൻ. ഈ ബൂത്ത് ഏജന്റ് കോഴ്സ് പാസ്സായി വന്ന ആളുകളല്ലേ ഇതിന് ബൂത്ത് ഏജന്റുകളാണ്. ഇരട്ടകളെ അപമാനിച്ചത്. അവർക്ക് എന്താ സംഭവിച്ചത്? അല്ല എന്താ പാമ്പെടുത്തില്ല ഇരിക്കാൻ പാടില്ല. എപ്പോഴാണ് നിങ്ങൾ ഏതെങ്കിലും ഇരിക്കാൻ സുരേഷൻ പറഞ്ഞു? സുരേഷന്റെ പാർട്ടിയുടെ ഏതെങ്കിലും ഇരിക്കാത്ത ഏത് ഇലക്ഷനാണ് നിങ്ങൾക്ക് ഇതാരാ പറയുന്നത്? പാമ്പുരുത്തിയിലും വെബ്കാസ്റ്റിംഗ് 1000 വെള്ളത്ത് അടിച്ചോടിക്കുമ്പോ ഒരു പാമ്പുരുത്തിയെ അടിച്ചോടിച്ചതാണ് സുരേഷൻ. ഈ ഇരട്ടകളോടുള്ള ഇത് തെറ്റല്ലേ? അത് ഇരട്ടകളെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു തെറ്റായി പോയില്ല. അവരെ കള്ളവോട്ടർമാർ എന്ന രീതിയിൽ പ്രസിദ്ധപ്പെടുത്തിയതിന് പരാതി. കള്ളവോട്ട് എന്നാൽ അതല്ല, അത് ഡെലിവറേറ്റാണ്. അത് അറിഞ്ഞുകൊണ്ടാണോ അറിഞ്ഞുകൊണ്ടല്ലയോ എന്ന് ആദ്യം ആർക്കും മനസ്സിലായില്ല. അതല്ലേ സത്യം. പിന്നീട് അതിന്റെ അകത്ത് നമ്മുടെ ആ 4 വോട്ട് കാണുന്ന ഫാമിലി മാത്രം എടുത്തപ്പോൾ തന്നെ ആളുകൾക്ക് അത് ബോധ്യമായി ഇത് അറിയാണ്ട് വന്ന വോട്ടുണ്ട്. അവരറിയാം, ബന്ധപ്പെട്ടവരറിയാണ്ട് ചേർത്ത വോട്ടുണ്ട്. പക്ഷെ ആ വോട്ടെല്ലാം ചെയ്യൂലേ വേറെ ആളുകൾ, അതിനല്ലേ ചേർക്കുന്നത്. അല്ല, പക്ഷെ ഇരട്ടകളെ കള്ളവോട്ടർമാരാണ് എന്ന തരത്തിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ അവർക്കൊരു വ്യക്തിപരമായ കാര്യമല്ലേ? അറിഞ്ഞു പറഞ്ഞതല്ലല്ലോ, അത് അറിയാണ്ട് പറയുന്നത്. അതിനപ്പോ തിരിച്ചല്ലോ.
അവരുടെ കൺസെന്റോട് അറിഞ്ഞപ്പോൾ അത് തിരുത്തിയല്ലോ. പ്രാദേശികമായിട്ട് അവിടെ ഒന്ന് അന്വേഷിച്ചു, അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരായിട്ട് ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ അല്ല, കാര്യങ്ങൾ അതിപ്പോ ഒരു നിസ്സാരമായ ഒരു കാര്യം എടുത്തിട്ട് നിങ്ങൾ ഈ ലക്ഷക്കണക്കിന് കള്ളവോട്ട് ചേർക്കുമ്പോ നിങ്ങൾ ഈ ഒരു കേസ് 2 കേസ് നമ്മളെ ഭാഗത്ത് വന്ന നേരം നമ്മളായതുകൊണ്ടല്ലേ അത്രയെങ്കിലും അർത്ഥം പറഞ്ഞു പോയത്? അല്ലെങ്കിൽ മറ്റുള്ള എത്ര അബദ്ധം പറയേണ്ടതാ? നിങ്ങളിതിന്റെ ഗ്രാവിറ്റി കുറയ്ക്കുകയാണ് നിങ്ങളതിന്റെ. അതൊരു ചെറിയ നിസ്സാര കാര്യം, അത് തെറ്റായി പോയി. അത്രയും കുഞ്ഞന്നിന്റെ ഈ കള്ളവോട്ടുകൾ ചേർക്കുന്നത്, ഇരട്ടവോട്ടുകൾ ചേർക്കുന്നതും സിപിഎമ്മിന്റെ ഒരു ഭാഗത്ത് നിന്നുണ്ടാക്കുന്ന നീക്കമാണ്. നേരത്തെ 4 വോട്ടിന്റെ കാര്യം പറഞ്ഞു. അത് ഉദുമയിലെ സംഭവമാണ്. കാസർഗോഡ് ജില്ലയിലെ ഉദുമ കുമാരി എന്ന വോട്ടർ 61 വയസ്സാണ്. ആ ബൂത്ത് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മെജോറിറ്റിയുള്ള ബൂത്താണെന്ന് അവിടുത്തെ കോൺഗ്രസിന്റെ മെമ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കുമാരി എന്ന് പറയുന്ന വോട്ടർക്ക് ഈ 4 വോട്ട് എങ്ങനെ വന്നു എന്ന കാര്യം നമുക്കറിയില്ല. അവിടെ എങ്ങനെ സിപിഎമ്മിന്റെ ഇടപെടൽ ഉണ്ടാകും? അവർ ചേർക്കുന്നതാണത് വ്യത്യസ്തമായ സ്ഥലത്താണ്. 4 വോട്ടും ഒരു സ്ഥലത്തല്ല, വ്യത്യസ്തമായ സ്ഥലത്ത് എന്നാണ് ഈ 4 വോട്ട് ചേർക്കുന്നത്. അല്ല, ആ 4 വോട്ടും അതേ ബൂത്തിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കുമാരിയുടെ കുമാരിയുടെ പേരിൽ വന്ന 4 വോട്ടുകളും ഒരേ ബൂത്തിലെ വോട്ടുകളാണ്. എന്താ ചോദ്യം? അതായത് ഉദുമയിലെ സംഭവം നേരത്തെ പറഞ്ഞല്ലോ. മനസ്സിലായി. ഇതിന്റെ ചോദ്യം എന്താണ്? അതായത് കോൺഗ്രസിന് മെജോറിറ്റി ഉള്ള ഒരു സ്ഥലത്ത് പോലും കോൺഗ്രസിന് മെജോറിറ്റി ഉള്ളിടത്തും CPI-കാർ കള്ളവോട്ട് ചേർക്കാറുണ്ട്. ഡയറക്ടൊക്കെ പറയാനില്ലെന്ന് ചേർക്കാൻ പറ്റുന്ന എല്ലാവരെയും അവർ ചേർക്കും. അവർ അതിലൊരു എക്സ്പേർട്സ് ആണ്. ഒരു പക്ഷെ ഞാൻ ഒരു കാര്യം സമ്മതിക്കാം, CPM-ന്റെ സംഘടനാ മെക്കാനിസം പോലെ വിജിലന്റ് അല്ല കോൺഗ്രസിന്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലെയും സംഘടനാ മെക്കാനിസം. ഞാനത് അഡ്മിറ്റ് ചെയ്തിട്ടാണ്. അത് പരസ്യമായിട്ട് പറയുന്നത് തെറ്റാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മെക്കാനിസവും CPM-ന്റെ മെക്കാനിസവും തമ്മിൽ രണ്ടേ ഡിഫറന്റ് ആണ്. അവരിതിന് പരിശീലനം കിട്ടിയവരാണ്, ട്രെയിനിങ് കിട്ടിയവരാണ്, ട്രെയിനിങ് കൊടുക്കുകയാണ്. നേരത്തെ ഞാൻ ചോദിക്കുന്ന കള്ളവോട്ട് ചെയ്യുന്ന എന്തെല്ലാം സിസ്റ്റം CPM-ന് കള്ളവോട്ട് ചെയ്യുന്ന എല്ലാ ബൂത്തുകളിലേക്കും അവർ മഷി വാങ്ങിക്കേണ്ട സാധനം കൊടുത്തായിരുന്നു. അതിനുള്ള മറ്റ് മെറ്റീരിയൽസ് കൊടുത്തു കൊടുക്കും കാരണത്ത്. ആ കാരണത്ത് എല്ലാ ബൂത്തിലും അത് വിതരണം ചെയ്യും. നേരത്തെ തലേന്നാൾ തന്നെ ഇതെല്ലാം അതാത് ബൂത്തുകളിൽ എത്തിക്കും. അവിടെ പോളിംഗ് സ്റ്റേഷനിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥന്മാരെ വൈകുന്നേരം തന്നെ അവർ റിട്ടേൺ ചെയ്യും. ഭയപ്പെടുത്തേണ്ടവരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തും, സ്വാധീനിക്കേണ്ടവരെ സ്വാധീനിച്ച് കീഴ്പ്പെടുത്തും. അവർക്ക് താമസിക്കേണ്ട സൗകര്യം, ഭക്ഷണം, സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അവരെ കൊണ്ട് ഭയപ്പെടുത്തി എല്ലാ കാര്യങ്ങളും പുറത്തു നിന്നൊക്കെ വരുന്നവര് ഭയപ്പെടുത്തിയിട്ടാണ് അവരോട് പറയുന്ന പല വാക്കുകൾ. ഞാൻ ഇതിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ പല ഇലക്ഷൻ ഓഫീസേഴ്സും അവരെ കമന്റ്സ് എഴുതുന്നില്ലേ പത്രത്തിൽ? ഈ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഒരു 10-20 അധ്യാപകന്മാര് അവരെ അനുഭവം കണ്ണൂർ ജില്ലയിലെ അനുഭവം എഴുതിയില്ലേ? എന്താ എഴുതിയത്? അവരെ ഭയപ്പെടുത്താണ്. ഇവിടെ വന്നാൽ ഇവിടെ ചില കാര്യങ്ങളുണ്ട് കേട്ടോ, പറയുന്ന പോലെയൊക്കെ കേട്ടാ തിരിച്ചു പോകാം, ഇല്ലെങ്കിൽ പോകില്ല കേട്ടോ എന്നൊക്കെ തലേനാൾ ഒറ്റക്ക് പോയി ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി നിർത്തുകയാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ ഒറ്റപ്പെട്ടെത്തുന്ന ഈ ഉദ്യോഗസ്ഥന്മാർ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരെ കുറ്റം പറയാൻ പറ്റുമോ നമുക്ക്? ഇതൊരു എസ്റ്റാബ്ലിഷ്മെന്റാണ് സുരേഷന്റെ പാർട്ടി. കള്ളവോട്ട് കണ്ടുപിടിക്കുകയും കള്ളവോട്ട് ഇതുപോലെ എങ്ങനെയെല്ലാം നൂതനമായ കള്ളവോട്ട് ചെയ്യാൻ പറ്റുമെന്ന് പരീക്ഷണം നടത്തുന്ന ഒരു പാർട്ടി ഇന്ത്യയിലുണ്ടെങ്കിൽ അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ആർക്കാ സംശയം? കള്ളവോട്ട് മൈനസ് ഇവിടെ കമ്മ്യൂണിസം ഇല്ല. കണ്ണൂർ ജില്ലയിൽ ഒരു തവണയെങ്കിലും ഇവർ കള്ളവോട്ടില്ലാതെ ഇലക്ഷൻ നടത്താൻ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. എത്ര അസംബ്ലി കിട്ടുമെന്ന് നോക്കട്ടെ. തളിപ്പറമ്പ് കിട്ടുമോ അവർക്ക്? നിങ്ങൾ കണക്കൂട്ടുന്നുണ്ടോ? കൂത്തുപറമ്പ് കിട്ടുമോ അവർക്ക്? ഞാൻ പറയുന്നത് കിട്ടില്ല. കള്ളവോട്ട് ചെയ്തിട്ട് പോലും പാർലമെന്റിൽ എനിക്ക് തളിപ്പറമ്പിൽ ഭൂരിപക്ഷം. പിണറായി വിജയന്റെ ധർമ്മടത്ത് 4000 വോട്ടിന് ഡിഫറൻസ് ഉള്ളൂ. എനിക്ക് നിങ്ങൾ മനസ്സിലാക്കണം, കള്ളവോട്ടില്ലെങ്കിൽ അവർ ജയിക്കുമോ? ഈ സമയത്തെല്ലാം അവർ വിജയം ഉറപ്പിക്കുന്നത് വെറും കള്ളവോട്ട് കൊണ്ടാണ്. കണ്ണൂരിൽ കള്ളവോട്ടില്ലെങ്കിൽ CPM 11 സീറ്റിന്റെ അകത്ത് CPM-ന് മാക്സിമം സംഘടിപ്പിക്കാൻ സാധിക്കുന്നത് 4 സീറ്റാണ്. നഷ്ടമുണ്ടെങ്കിൽ തന്റെ ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുക CPM നേതാക്കന്മാരെ. സത്യസന്ധമായ ഇലക്ഷൻ ഫേസ് ചെയ്യാൻ തയ്യാറുണ്ടോ? 4 സീറ്റിന്റെ അപ്പുറത്ത് ഒരു സീറ്റ് കിട്ടിയാൽ ഞങ്ങളെ രാഷ്ട്രീയം നിർത്തും. ഈ കള്ളവോട്ടിന് കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായി UDF നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമോ ഇത്തവണയെങ്കിലും? പോകാൻ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ 2-3 കേസ് കണ്ണൂരിൽ നിന്ന് കൊടുത്ത 3-4 കേസ് ഇപ്പൊ കോടതിയിലുണ്ട്. ശിക്ഷിച്ച കേസുണ്ട്, അപ്പീലുണ്ട്, കേസൊക്കെ ഉണ്ട്. അല്ല, നിങ്ങൾ പറയുന്ന ഈ മികച്ച പ്രതിപക്ഷ നേതാവിനെ ഈ ചാനലുകൾ നടത്തിയ സർവേയിൽ 9 റേറ്റ്
അത് അക്കഥ വേറെ ഇക്കഥ വേറെ. അങ്ങനെ ഒരു സർവേ നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ശ്രീ പിണറായി വിജയന് പെർസെന്റേജ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. അതെങ്ങനെയാ കിട്ടിയെന്ന് ഞാൻ എങ്ങനെയാ ഇത് കിട്ടിയ ഈ പെർസെന്റേജും ഈ പോളിംഗ് വരെ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇറ്റ്സ് ക്രിയേഷൻ, ഇറ്റ്സ് എ റിയൽ ക്രിയേഷൻ. ഞാൻ ചോദിക്കുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്ഥാനത്ത് UDF ഒരു മുഖ്യമന്ത്രിയാണ് എങ്കിൽ എന്നെ രാജിവെച്ച് പുറത്തുപോയിട്ടുണ്ടാവും ഇല്ലേ? എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹം ബാക്കി വെച്ചിട്ടുണ്ടോ? കള്ളക്കടത്ത് മുതൽ ഡോളർ കടത്ത് മുതൽ പിന്നെ എല്ലാ സംഭവങ്ങളും, അഴിമതി ഒരു ഭാഗത്ത്, കൈക്കൂലി ഒരു ഭാഗത്ത്, കമ്മീഷൻ ഒരു ഭാഗത്ത്, ഇതൊക്കെ നടത്തിയ ഒരു മുഖ്യമന്ത്രി 4 കൊല്ലം മറ്റേ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരാളെ 10ാം ക്ലാസ് പാസ്സാപത്തിലെത്തിയത് 3,72,000 രൂപ ശമ്പളം കൊടുത്ത് നാണം കെട്ട നിങ്ങൾ നിർത്തിയില്ല. നാണം കെട്ട് മുഖ്യമന്ത്രിയാണ്. രാജിവെക്കണ്ടേ? രാജിവെപ്പിക്കണ്ടേ? കേരളത്തിലെ ജനങ്ങളുടെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്നു. അല്ലെ ഇരിക്കാൻ വിടുവോ? കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ രാജിവെപ്പിച്ചിട്ടുണ്ടാവില്ലേ CPM? മുഖ്യമന്ത്രി നിങ്ങളെ വെല്ലുവിളിക്കുന്നത് വികസന ചർച്ചയിൽ. വികസനം ഏത് വികസനമാണ് ഇവിടെ? എന്ത് വികസനമാണ്? ഹൈസ്കൂളും കോളേജ് കെട്ടിടവും ഹെൽത്ത് സെന്ററും കെട്ടിടം പുതുക്കി പണിതാണ്. എന്താ നിങ്ങൾ റിമംബറബിൾ നമ്മൾ ഉണ്ടാക്കിയതുപോലെ എന്താ? എയർപോർട്ട് ഉണ്ടോ നിങ്ങളുടെ മുമ്പിൽ? നിങ്ങളുടെ മുമ്പിൽ മെട്രോ റെയിൽ ഉണ്ടോ? നിങ്ങളുടെ മുമ്പിൽ പിന്നെ സ്മാർട്ട് സിറ്റി ഉണ്ടോ? നിങ്ങളുടെ മുമ്പിൽ പിന്നെ കപ്പൽ നിർമ്മാണശാല ഉണ്ടോ? എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്? നിങ്ങൾ എന്താ കൊടുത്തത്? ഈ പദ്ധതിയുണ്ട്. സ്കൂൾ എന്ന് പറയുന്നത് നിങ്ങൾ പൂട്ടിക്കാൻ നിന്ന സ്കൂളാണ് ഇതല്ലേ വികസനം? അതല്ലേ വികസനം? അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എന്തിനാ ഉണ്ടാക്കിയത് അതിനോടുള്ള സ്നേഹം കൊണ്ടല്ല. അതിനൊക്കെ നിങ്ങള് കൺസൾട്ടേഷൻ കമ്പനീനെ വെച്ചിട്ട് കമ്മീഷൻ വാങ്ങാൻ നിങ്ങൾ ടാർഗറ്റ് പറയാ, ലക്ഷ്യം പറയാണ്. നിങ്ങൾ ഒരു വികസനത്തിന്റെ അകത്ത് കമ്മീഷൻ വാങ്ങുന്ന പാർട്ടിയാണ്. ഒരു വികസനം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അതിന് വെക്കുന്നത് കൺസൾട്ടേഷൻ കമ്പനിക്ക് കൊടുക്കുക, അവരുടേക്ക് കമ്മീഷൻ വാങ്ങുക. നിങ്ങൾ പണം ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഇത് ചെയ്തു പോയാൽ അബദ്ധവശാൽ നിങ്ങൾ കിറ്റിന്റെ സംഖ്യ വാങ്ങിയ കൂട്ടത്തിൽ 5 കോടി കമ്മീഷൻ വാങ്ങിയ പാർട്ടിയല്ലേ നിങ്ങൾ? ആരുടെങ്കിലും പറയാൻ പറ്റുമല്ല. അല്ല, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഇരിക്കൂർ പ്രസംഗിക്കുമ്പോ ജഡ്ജപ്പിനെ തുടർഭരണം ഉണ്ടാവുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ചെയ്തതാണ്. ഏത് മാധ്യമവും എവിടെ എല്ലാ ചാനലുകളും പറഞ്ഞ എവിടെയാ പറഞ്ഞത്? ആ രീതിയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയില്ല, പറഞ്ഞ വാക്ക് പറ. തുടർഭരണം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ എന്നുള്ള രീതിയിലേക്ക് ഒരു കാര്യം. ഞാൻ അങ്ങനെ ഒരു സമയത്തേ ഞാൻ പിണറായി പോലെ പറയുന്നല്ലേ. ഞാനെന്താ പൊട്ടനാണ്? നിങ്ങൾക്ക് തുടർഭരണം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ ഈ കോൺഗ്രസ് ഇരിക്കാമെന്ന് അർത്ഥമുണ്ട്. അതൊക്കെ ചിന്ത അതൊന്നും ഇപ്പോൾ ചർച്ചാ വിഷയമല്ല. വേറെ ഒന്നും കിട്ടിയിട്ടില്ലേ? അല്ല, ഈ ബൂത്തുകളിൽ ഏജന്റുമാർ ഈ കള്ളവോട്ട് തരണമെന്ന് പറയുമ്പോഴും പല ബൂത്തുകളിലും ഏജന്റുമാരെ ഇരുത്താൻ കഴിയാത്ത നമ്മളെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ നമ്മൾ ഏജന്റുമാരെ ഇരുത്തും. നിങ്ങൾക്കറിയാലോ, ആണ്ടൂര് പോലത്തെ ഒരു സ്ഥലത്ത് ഏജന്റിനെ ഇരുത്തിയാൽ ഇരിക്കാൻ ചെല്ലുമ്പോൾ എന്റെ വീടുണ്ടാവില്ല. ഇരിക്കോ ചെല്ലുമ്പോൾ അവന്റെ കണ്ടറിലെ വെള്ളം ഉണ്ടാവില്ല. ഇരിക്കോ ചെല്ലുമ്പോൾ അവന്റെ വീട്ടിലെ തേങ്ങയും കൊണ്ടിട്ടുണ്ടാവില്ല. ഇരിക്കോ വീട്ടിൽ ചെല്ലുമ്പോൾ പൊതിയുണ്ടാവില്ല. അവന്റെ പായ മുഴുവൻ കുത്തി ഇറക്കിയിട്ടുണ്ടാവും. ആളുകൾക്ക് ജീവിതമല്ലേ പ്രശ്നം? അത് കഴിഞ്ഞല്ലേ ഇലക്ഷനൊക്കെ? നമുക്ക് എല്ലാ ആളുകൾക്കും സംരക്ഷണം കൊടുക്കാൻ പറ്റുമോ? ഞാൻ എത്രയോ അമ്മമാരെ വിളിച്ചിട്ട് ഞാൻ ഗ്യാരണ്ടി നിങ്ങൾ മോനെ ഇരുത്താൻ സമ്മതിക്കണം. ഭാര്യമാരെ വിളിച്ച് പറഞ്ഞിട്ടാ പല സ്ഥലത്തും പല പാർട്ടികളാണ് ഒരു വേദനിപ്പിക്കുന്നത് കണ്ണൂരിൽ. അത് മനസ്സിലാക്കണം. എത്ര സ്ഥലത്തും നമുക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റും? ഡെമോക്രസിയാണ്. ഞങ്ങൾ ജനാധിപത്യത്തിലല്ലേ ജീവിക്കുന്നത്. അത് ഈ നാടിന് അപമാനാണോ അല്ല അഭിമാനാണോ? നിങ്ങളെ വിലയിരുത്തേണ്ടത് ഞങ്ങളല്ല. എന്തുകൊണ്ടാ ബൂത്തിൽ ഏജന്റ് ഇരിക്കാൻ പറ്റാത്തത്? ഇരിക്കാത്തതിന്റെ കാരണം എന്താ? ഇരിക്കാത്തത് ജനാധിപത്യത്തിന് ഭൂഷണാണോ? നിങ്ങൾ പറയണം, മാധ്യമങ്ങൾ പറയണം. നിങ്ങളതിന് അശക്തരായി ഞങ്ങളെയല്ല കുറ്റപ്പെടുത്തേണ്ടത്. ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. ഒരു മാധ്യമപ്രവർത്തകന് സംരക്ഷണം കൊടുക്കാൻ പരിമിതിയില്ലേ? അതിനപ്പുറത്ത് കൊടുക്കാൻ പറ്റുമോ? എല്ലാവർക്കും നിലനിൽപ്പും ജീവനല്ലേ പ്രധാനം? നമുക്കുണ്ടാക്കി കൊടുക്കാൻ കഴിയും. ഇങ്ങനെയൊരു ഞങ്ങൾക്ക് ഈ CPM ആകാൻ കഴിയില്ലല്ലോ. അതല്ലേ ഞങ്ങൾ അവർ തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങൾക്ക് CPM ആകാൻ പറ്റുമോ? CPM ആയാൽ പിന്നെ ഞങ്ങൾ CPM തമ്മിൽ എന്താ വ്യത്യാസം? അതുകൊണ്ട് പ്യൂരിഫൈഡ് നല്ല ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ നല്ല നാളേക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കാം. നിർത്തുന്നു. കേഡർ സിസ്റ്റവും മാസ് സിസ്റ്റവും തമ്മിലുള്ള
ഒരു ചോയ്സ് മാത്രമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പകരം ഇപ്പോൾ ഒരു പുതിയ കേരള സിസ്റ്റത്തിന്റെ ഒരു ഓപ്ഷൻ വോട്ടർമാർക്കിടയിൽ ഉണ്ടായിരുന്നു. ചാനൽ പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ അത് ഇപ്പോൾ ഗൗരവത്തിൽ തന്നെ പറഞ്ഞാണ്. ഗൗരവത്തിൽ പറഞ്ഞു. ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പോഴും ഗൗരവമായി ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. അതെന്റെ പാർട്ടിക്കകത്ത് ചർച്ചാ വിഷയമാണ്. ഒന്ന് ചോദിച്ചോട്ടെ, മുഖ്യമന്ത്രി ഇന്നലെ ശക്തമായിട്ട് പറയുന്നു, ഇന്നലെ ഇവിടെ കോടിയേരി ബാലകൃഷ്ണനും ശക്തമായി ആരോപിക്കുന്നു കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ വളരെ വിശാലമായ പോലീസ് സഖ്യം നിലനിൽക്കുന്നു. കോടിയേരി ബാലകൃഷ്ണനൊന്ന് സ്വകാര്യം ചോദിച്ചാട്ടെ നിങ്ങൾ ചോദിച്ച് മാറ്റങ്ങളോടൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചാട്ടെ. ഇതിനൊക്കെ സ്വകാര്യം ഈ തലശ്ശേരിയിൽ ബിജെപിക്ക് സ്ഥാനാർത്ഥിയല്ല, വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ടോ ബിജെപിയുടെ ഇല്ല. വോട്ട്? ഒരു സ്ഥാനാർത്ഥിക്ക് ആർക്കും വോട്ട് ചെയ്യാം. അതിന് വിലക്കൊന്നുമില്ല, വിലക്കാനും കഴിയില്ല. ഞാൻ നിങ്ങളോട് നിങ്ങളെ വോട്ട് എനിക്ക് ചെയ്യേണ്ടെന്ന് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾ എനിക്ക് കൊല്ലാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ജനാധിപത്യത്തിൽ ഒരു വോട്ട് അത് ആർക്കും ചെയ്യാം, ആർക്കും ചെയ്യാനുള്ള അവകാശം. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഈ കണ്ണൂർ ജില്ലയിൽ എത്ര സീറ്റ് കിട്ടി യുഡിഎഫ്? ഈ കണ്ണൂർ നേതൃത്വം 5 സീറ്റ് ഞങ്ങൾ ഇത്തവണ വന്നു.